വെൽക്കം ബാക്ക്. വെൽക്കം ടു ഈസി ഓൺ ദി ഐ. ആൻഡ് ഇവിടെ നല്ല മഴയാണ്, നിങ്ങൾക്ക് കാണാൻ മഴ പെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഇത് ഒരു റിക്രിയേഷണൽ വീഡിയോ ആണ്, കൈൻഡ് ഓഫ് എ ഫ്രഞ്ച് വുമൻ. നിങ്ങൾക്കറിയാം ഫ്രഞ്ച് വുമൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ദേ യൂസ് ടു ഡ്രസ് അപ്പ് ലൈക്ക് ദിസ്. ഈ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെയാണ്. സോ ഐ തോട്ട് ഓഫ് റിക്രിയേറ്റിംഗ് ദാറ്റ് എൻറ്റയർ മേക്കപ്പ് ആൻഡ് ഡ്രസ് ആൻഡ് ദി സ്റ്റൈൽ ലുക്ക്. And this is the final look, and you will be seeing how I recreated this look. ഇതിൻ്റെ ഡ്രസ്സ് എവിടെ നിന്നാണ്, ഇതിൻ്റെ ഓർണമെൻറ്റ്സ് എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. I hope you will like this video. If you like this video, you know what to do. Please do like, comment and subscribe. I hope you will like this video. റീക്രിയേഷനിലെ ഫസ്റ്റ് വൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് മേക്കപ്പാണ്. അപ്പോൾ ഒരു ലൈറ്റ് മേക്കപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ അതെങ്ങനെ വരും എന്ന്. അങ്ങനെ ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷൻ. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ, ലെസ് ഈസ് മോർ. അതായത് ഫൗണ്ടേഷൻ പണ്ട് ഞാൻ എടുക്കുമ്പോൾ തോനെ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറാണ് പതിവ്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കേക്കി എഫക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒരു പുട്ടി അടിച്ച, നമ്മൾ പറയില്ലേ പുട്ടി അടിച്ച ഒരു എഫക്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലെസ് ഈസ് മോർ, കുറച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നെ അത്യാവശ്യം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അതുപോലെ നമ്മളിതാ ഇതുപോലെ അകത്തുനിന്ന് പുറത്തേക്ക് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ. ഇങ്ങനെ വേണം ബ്ലെൻഡ് ചെയ്യാൻ. അതായത് അകം എന്ന് പറയുന്നത് നമ്മുടെ നോസിൻ്റെ സൈഡിലുള്ളതിനെയാണ് നമ്മൾ അകം പോർഷനായിട്ട് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വേണം അപ്ലൈ ചെയ്ത് വരാൻ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചതാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല കവറേജും കിട്ടും, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന രീതിയും നല്ലതായിരിക്കും. നിങ്ങൾക്ക് കൈവച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും സ്കിൻ ഫ്രണ്ട്ലിയും. ഇപ്പം നിങ്ങൾ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ പോലും ലാസ്റ്റ് കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ സ്കിന്നായിട്ട് ഒരു നെക്ക് സ്കിൻ പോലെ നമ്മുടെ ഫൗണ്ടേഷൻ തോന്നിക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മുടെ ഈ പിരികത്തിൻ്റെ സൈഡിൽ വരുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ, ബിക്കോസ് അവിടെ നമ്മുടെ ഫൗണ്ടേഷൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്കിന്നൊന്ന് യൂസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, നമ്മൾ ഈ ഇട്ട ഫൗണ്ടേഷൻ ഒന്ന് പ്രസ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യിക്കുക. അപ്പോൾ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പാക്റ്റിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ സ്പഞ്ച് വെച്ച് തന്നെ ചെയ്യാം. ബട്ട് ഞാൻ ഇന്ന് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ബ്രഷാണ് കേട്ടോ. അപ്പോൾ കുറച്ചെടുക്കുക, ഒന്ന് തട്ടി കളയുക എക്സ്ട്രാസ്, ദെൻ ഇങ്ങനെ ഫിക്സ് ചെയ്യിക്കുക. നമ്മളിട്ട ഫൗണ്ടേഷൻ ഫിക്സ് ആയിട്ട് ഇരിക്കാനാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒലിച്ചു പോകാതിരിക്കാനും, ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതായി പോകാതിരിക്കാനാണ്. അതിനുശേഷം ഞാൻ അതിലെ സ്പഞ്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കണ്ണെഴുതലാണ്. ഞാൻ പണ്ട് കണ്ണെഴുതാതെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടോ, അതോ എന്തെങ്കിലും വിഷമമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണ് താഴെ എഴുതാതെ പോകുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് ചോദ്യങ്ങൾ പലരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. മേ ബി അതെന്താവും, നമ്മുടെ മുഖം അതുപോലെ അനുസരിച്ച് മാറും എന്നായിരിക്കും. ലൈക്ക് കണ്ണൊക്കെ എഴുതുമ്പോൾ അങ്ങനെ നമ്മൾ 2 കണ്ണും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഐലൈനറാണ്. ഞാൻ ആദ്യം ഒരു വിങ്ഡ് ഐലൈനറാണ് കേട്ടോ പ്രിഫർ ചെയ്തിട്ട് എഴുതിയത്, ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് ഒരു റെട്രോ ലുക്കല്ലേ. റെട്രോ ലുക്കിൽ മോസ്റ്റ്ലി വരുന്നത് എന്താ, വിങ്ഡ് ഐലൈനറാണ്. പക്ഷെ പിന്നീട് എനിക്കതൊരു ഭംഗിയില്ലാതെ തോന്നിയപ്പോൾ ഞാൻ ആ വിങ്സ് മായ്ച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് മസ്കാരയിലേക്ക് പോയി. ഇത് ഡാസ്ലർ, നിങ്ങൾക്കൊരു മസ്കാര വേണം എന്നാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഡാസ്ലറിൻ്റെ മസ്കാര മേടിക്കാം കേട്ടോ. അത്യാവശ്യം ആ മസ്കാരയുടെ പണി ചെയ്യുന്നുമുണ്ട്, എന്നാലൊട്ട് നമ്മുടെ കയ്യിൽ പൈസ വലുതായിട്ട് പോവുകയില്ല. മസ്കാര ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത ഓഫ് കോഴ്സ് വരുന്നത് നമ്മുടെ ബ്ലഷാണ്. ഇപ്പോഴത്തെ എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇബ കോസ്മെറ്റിക്സിൻ്റെ ന്യൂഡ് കളർ ബ്ലഷ്. ആ ബ്ലഷ് അത്യാവശ്യം നമ്മുടെ ചിക്സിലേക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്കറിയോ, ബ്ലഷ് പല ടൈപ്പിൽ നമുക്ക് ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ച് മാറ്റാം, W ആയിട്ട്, C ആയിട്ട്. ബട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റാണ്. എൻ്റെ അത്യാവശ്യം ചബി ചിക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബ്ലഷ് ഇടുന്നത്. അത് എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് സ്മജ് ചെയ്തു. അതല്ലെങ്കിൽ ഒരു ജോക്കർ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ, ബിക്കോസ് ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ ചുമന്നിരുന്നിട്ട് ഒരു ജോക്കർ എഫക്റ്റ് ആയിരിക്കും. അപ്പം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് അത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം. അപ്പം മുകളിലോട്ട് വേണം നമ്മൾ ആ ഒരു പൊസിഷൻ കണ്ടില്ല, കണ്ണിൻ്റെ ഇപ്പുറത്ത് ആ ഒരു പൊസിഷനിലേക്ക് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഐബ്രോ. നമ്മുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ഫേസിൻ്റെ
ഷേപ്പ് മാറും. ഐബ്രോസിൻ്റെ വരുമ്പോൾ എനിക്കിതാ ഈ ഒരു സൈഡിൽ നിങ്ങൾ കണ്ടില്ല ഒരു കട്ടുണ്ട്, അവിടെ ഒരിക്കലും ഹെയർ കിളിക്കില്ല. പണ്ടെന്തോ മറിഞ്ഞു വീണിട്ടുള്ളത് എന്തോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ എനിക്ക് ഹെയർ കിളിക്കാറില്ല. അപ്പോൾ അത് മെജോറിറ്റി ഞാനിങ്ങനെ നമ്മൾ എഴുതുമ്പോൾ സെറ്റ് ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇബ കോസ്മെറ്റിക്സിൻ്റെ ന്യൂഡ് എവിൽ നിന്നുള്ള ഷെയ്ഡ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ അത് ഭയങ്കര ഡള്ളായിട്ട് കുറച്ച് ബ്രൈറ്റ് അല്ലാതെ തോന്നിയപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ 25 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ നെക്സ്റ്റ് ലുക്ക് ഞാൻ ഡ്രസ്സൂടെ ഇട്ടിട്ടുള്ള ലുക്കിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഡാസ്ലർ 25ഉം അതുപോലെ ഇബ കോസ്മെറ്റിക്സിൻ്റെ ന്യൂഡ് എവയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത്. ഇത് മാത്രം ഇട്ടപ്പോൾ എനിക്ക് അത്ര ഒരു ബ്രൈറ്റ്നെസ് ഫേസിൽ തോന്നുന്നില്ല, എന്തോ ഈ മേക്കപ്പിന് ചേരാത്ത പോലെ. പിന്നെ കറൻ്റ് ഞാൻ പഠിച്ച അടുത്തൊരു മേക്കപ്പ് ഐഡിയ ആണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ എൻഡിലേക്ക് ഐ ഷാഡോ ഇടാൻ വേണ്ടി നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ എടുത്തിട്ട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗറില്ലേ, നമ്മുടെ കുഞ്ഞു വിരൽ, അത് ഐ ഷാഡോയിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ കണ്ണിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരയ്ക്കുക. അപ്പം നല്ല ഒരു ഐ ലുക്ക്, അതായത് ഭയങ്കര കുറഞ്ഞ ടൈമിൽ ബ്രഷൊന്നും ഇല്ലാതെ ഒരു നല്ല ഐ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കറൻ്റ് ഞാൻ പഠിച്ചൊരു ട്രിക്കാണ് കേട്ടോ, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഈസിയാണ്. കുഞ്ഞു വിരലിൽ കുറച്ച് ഐ ഷാഡോസ് ഇടുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ലൈറ്റായിട്ട് ഈ സൈഡിലെത്തും, എന്നാൽ ഒരു വെറൈറ്റി ഐ ലുക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് സെക്ഷൻ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ടുള്ളത് കുറച്ച് തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഹൈലൈറ്റർ. ഇത് NYBയുടെ സ്ട്രോബ് ക്രീമാണ്. അത് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. Now let's style this dress. I'm already wearing this chain, let it be, and I'm thinking this butterfly earrings. And this finger, and like which bangles I have to wear, this one or this one or a contrast color. I'll show. This one or this one. It's raining outside. Or this one. What do you say? This two, ഇത് രണ്ടും നല്ല മാച്ച് ഉണ്ട്, റൈറ്റ്? ഇത് രണ്ടും നല്ല മാച്ച് ഉണ്ട്. സോ വിച്ച് വൺ ഐ ഹാവ് ടു ചൂസ്? ഐ കൺഫ്യൂസ്ഡ്. I'll go for red and yellow. ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇല്ല. I just shifted this to this hand. Let's create a stack over here. നമുക്കിവിടെ ഇങ്ങനെ ഒരു രണ്ട് ചെയിൻ ഇടാം. ആൻഡ് ഇവിടെ ഈ ഒരു വള ഇട്ടു. ആൻഡ് ഐ പുട്ട് ദിസ് ഇയറിങ്സ്. ആൻഡ് ഫോർ ഹെയർ I'm gonna tie this scarf. Okay, let's see. ഇങ്ങനൊരു സ്കാർഫ് എടുക്കുക, ക്രോസ് ആയിട്ട് മടക്കുക. Then just put it in the hair. ബാക്കിൽ ടൈ ചെയ്യുക. അങ്ങനെ ഹെയർ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അഴിച്ചിടുന്നതിനേക്കാൾ ബെറ്റർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇടുന്നതായിരിക്കുമോ എന്ന്, ഒരു ക്രാപ്പ് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഓക്കെ ബെറ്റർ മുടി അഴിച്ചിടുന്നത് തന്നെയാണ്. വി ഹാവ് ബിൻ സീയിങ് ലൈക്ക് പഴയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഒരു ക്രാപ്പ് ക്ലിപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഇടുന്നതും അതുപോലെ മുടി അഴിച്ചിടുന്നതും. ആൻഡ് ഫൈനലൈസ് ചെയ്തു നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് ഈ ഒരു സ്കാർഫ് ഇങ്ങനെ കെട്ടുകയാണ്. ഈ സ്കാർഫിൻ്റെ പേരാണ് ബന്ദാന എന്ന് പറയും. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബന്ദാന സ്റ്റൈൽസും ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. Final one, I choose this contrast shoe. ഞാൻ ആ ഒരു കോൺട്രാസ്റ്റ് കളർ ഷൂ ആണ് ലാസ്റ്റ് ടൈം.
ബന്ധാനാസൊക്കെ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ് എങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെ മീഷോയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് പഴയ സ്റ്റൈലാണ് നമുക്ക് മുടി ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇടാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അതാണ് കേട്ടോ. ഈ ഒരു ബോയ്ക്ക് കുറച്ചുകൂടെ ചേരുന്നത് ഇത്. ഗ്രീൻ ഡ്രസ്സ് മേടിച്ചത് മിന്ത്രയിൽ നിന്നാണ്. മിന്ത്രയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇത് എക്സൽ സൈസാണ് മേടിച്ചത്. പക്ഷേ എക്സൽ സൈസ് കുറച്ചധികം ലൂസാണ്. ഈ നെക്കിൻ്റെ ഏരിയ ഒക്കെ വൈഡായിട്ട് കാണും. സോ യു ഹാവ് ടു പെയർ ഇറ്റ് വിത്ത് എ ബ്ലാക്ക് ടീഷർട്ട്, അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ ബ്ലാക്ക് ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും വെച്ച് പെയർ ചെയ്യണം. ആൻഡ് ഞാനിതൊരു ബ്ലാക്ക് ഹാഫ് ടീഷർട്ട് വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പക്ഷേ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എക്സൽ ആണ് സൈസെങ്കിൽ അതിൽ നിന്ന് ഒരു സൈസ് കുറച്ചെടുക്കണം. ലാർജ് ആണെങ്കിൽ സ്മോൾ മേ ബി ഫൈൻ. ഇത് ഭയങ്കര എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ലൂസായിട്ടായിരിക്കും വരുന്നത്. കമൻറ്റ്, ഐ വിൽ സെൻഡ് ദ ലിങ്ക് ആസ് സൂൺ ആസ് പോസിബിൾ. And if you like this video, if you like this makeover, please let me know in the comment section. And you know what to do. Please do like, comment and subscribe. See you on my next video.